ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു കേസ്, ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു സുഹൃത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ മരവിച്ചു പോയി. അത്രത്തോളം ഭയാനകമായ ഒരു ക്രൈം സീനാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ അതേത് കേസാണെന്ന് നിങ്ങളിൽ പലർക്കെങ്കിലും ചിന്തിച്ചെടുക്കാൻ സാധിക്കും. അത്രയും നമുക്കൊക്കെ ചിന്തിച്ചു നോക്കാൻ കഴിയാത്തൊരു ക്രൂര കൊലപാതകം അതായിരുന്നു സംഭവിച്ചത്. ഇങ്ങനെ റിക്വസ്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലും ഞാൻ അതിന് ശേഷമാണ് അറിയുന്നത്. ഒരു സൈക്കോ, ഒരു പാവം മനുഷ്യനെ അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ കൊന്നു. തല വെട്ടി മാറ്റി പാർക്കിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടു. ഫുട്ബോൾ പോലെ അതിനെ ഉരുട്ടിക്കളിച്ചു. പിന്നീട് ഒരു മാലിന്യ കൂമ്പാരത്തിലേക്ക് ആ തല വലിച്ചെറിഞ്ഞു. മരിച്ചയാൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. അയാൾ ഇന്ത്യൻ വംശജനാണ്. അയാളെ കൊന്നയാൾ ക്യൂബയിൽ നിന്നുള്ളയാളാണ്. അയാൾ ക്യൂബൻ വംശജനാണ്. ഈ ഒരു സംഭവം ഇനി എവിടെ നടന്നു എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ? അത് വെനിസുലയല്ല, ദക്ഷിണ സുഡാനല്ല, സിറിയയല്ല, എന്തിന് ലെബനൻ പോലും അല്ല. മഹത്തായ അമേരിക്ക, സ്വപ്ന നഗരമായ അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം, $25 ട്രില്യൺ GDP ഉള്ള രാജ്യം. നിയമപരമായി ആ രാജ്യത്തേക്ക് വന്ന് ഉപജീവനത്തിനായി ജീവിച്ച ഒരാളെ സംരക്ഷിക്കാൻ പോലും അവർക്കായില്ല. അമേരിക്കയിൽ നടന്ന ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് മാത്രമല്ല, ഈ കുറ്റകൃത്യത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം മരിച്ചത് നമ്മുടെ ഇന്ത്യൻ പൗരനാണ്. അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഡാലസ് നിരവധി തെലുങ്കരുടെ നഗരമാണെന്നും അവിടെ ധാരാളം ആന്ധ്ര ശൈലിയിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെന്നും നമുക്ക് പലർക്കും അറിയാം. അതായത് അതൊരു മിനി ആന്ധ്ര അല്ലെങ്കിൽ മിനി ഹൈദരാബാദ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെയാണ് ചന്ദ്രനാഗ മല്ലയ്യ താമസിക്കുന്നത്. അദ്ദേഹത്തിന് അമേരിക്ക വാഗ്ദാനങ്ങളുടെ ഒരു നാടായിരുന്നു. ടെക്സസിലെ ഈ വിശാലമായ ഭൂപ്രകൃതിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കര മാത്രമല്ല കാണാൻ കഴിഞ്ഞത്, അദ്ദേഹം ഒരു വലിയ ഭാവി തന്നെ അവിടെ കണ്ടു. ഇന്ത്യയിലെ തൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 9000 മൈൽസ് സഞ്ചരിച്ച് അദ്ദേഹം നിർമ്മിച്ചൊരു ഭാവിയായിരുന്നു അത്. കുടുംബത്തിലും കഠിനാധ്വാനത്തിലും വേരൂന്നിയ ഒരു ജീവിതം. സ്വന്തമായി ഒരു ഹോട്ടൽ ശൃംഖല നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം തന്നെ. അതുപോലെ ഡാളസിൽ ഒരു മോട്ടലും അദ്ദേഹം ആരംഭിച്ചു. എന്നാൽ ആ മോട്ടലിലെ ഒരു സാധാരണ ദിവസം സമീപ വർഷങ്ങളിൽ അമേരിക്ക കണ്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഒന്നിന്റെ പശ്ചാത്തലമായി മാറി. ഇന്ത്യൻ വംശജനായ ചന്ദ്രനാഗ മല്ലയ്യ, ബഹുമാന്യനായ മോട്ടൽ മാനേജർ, സ്വന്തം കുടുംബത്തിന്റെ മുൻപിൽ വെച്ച് തന്നെ ക്രൂരമായി തലയറുത്തു കൊന്നു. ഈ ഒരു അക്രമം ഇന്ത്യൻ അമേരിക്കൻ സമൂഹങ്ങളിൽ എല്ലായിടത്തും പ്രതിധ്വനിച്ചിട്ടുണ്ട്. ഈ ഭയാനകമായ സംഭവത്തിലേക്ക് നയിച്ച ആ ഒരു കാരണം അതറിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. ഈ ചന്ദ്ര ആരായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊലപാതകം ലോകത്തിന്റെ ഇരുവശത്തും ഇത്രയധികം പ്രതിഷേധത്തിനും ചർച്ചയ്ക്കും ദുഃഖത്തിനും കാരണമായത്? ഈ ഞെട്ടിക്കുന്ന കേസിന്റെ വേദനാജനകമായ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു കേസിന്റെ ക്രൈം സീൻ ഫുട്ടേജ് അതെനിക്ക് ഇവിടെ ഒരിക്കലും കാണിക്കാൻ സാധിക്കില്ല. എങ്കിലും നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം പേജിലും വാട്സപ്പ് ചാനലിലും ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ കാണണം എന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം അത് പരിശോധിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനാഗ മല്ലയുടെ യാത്ര ആരംഭിച്ചിടത്തേക്ക് ഒരു സമുദ്രം കടന്ന് നമ്മൾ തിരികെ പോകേണ്ടതുണ്ട്. ഇന്ത്യയിലെ തിരക്കേറിയ ബംഗളൂരു നഗരത്തിൽ ജനിച്ചു വളർന്ന ചന്ദ്ര, സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അദ്ദേഹത്തെ ബോബ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബസവനഗുരിയിലെ ഇന്ദിരാനഗർ കേംബ്രിഡ്ജ് സ്കൂളിലും നാഷണൽ കോളേജിലും പഠിച്ചു. അദ്ദേഹം വലിയ പദവിയിലോ സുഖ സൗകര്യങ്ങളിലോ ജനിച്ചു വളർന്ന വ്യക്തി അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്ര നിരന്തരമായ പരിശ്രമവും അഭിലാഷങ്ങളും നിറഞ്ഞതായിരുന്നു. ബാംഗ്ലൂരിൽ അദ്ദേഹം ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻസും മറ്റ് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതി വയ്ക്കുന്നതിലും ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിലും വളരെ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം. എന്നാൽ സ്വന്തം നാട്ടിൽ നിന്നുള്ള എണ്ണമറ്റ മറ്റുള്ളവരെ പോലെ അദ്ദേഹവും അമേരിക്കൻ ജീവിതം സ്വപ്നം കണ്ടിരുന്നു. 2018 തനിക്കും കുടുംബത്തിനും പുതിയ അവസരങ്ങൾ തേടി
അമേരിക്കയിലേക്ക് താമസം മാറാനുള്ള ഒരു തീരുമാനം എടുത്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു തീരുമാനം. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര ആദ്യം സാൻ ആന്റോണിയിലേക്കും പിന്നീട് ഡാളസിലേക്കും പോയി. അവിടെ സാമുവൽ ബോളിവാർഡിലെ ഡൗൺ സ്യൂട്ട്സ് മോട്ടലിൽ മാനേജറായി ജോലി കണ്ടെത്തി. ഭാര്യ നിഷയും കൗമാരക്കാരനായ മകനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. 3 പേരും ഒരു വലിയ ക്ലാസിക് അമേരിക്കൻ സ്വപ്നം കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അദ്ദേഹം നന്നായി കഠിനാധ്വാനം ചെയ്യും. വല്ലാത്തൊരു പ്രേരണയായിരുന്നു അദ്ദേഹത്തിന്റെ ചിരിച്ച മുഖം കാണുമ്പോൾ. വല്ലാത്ത പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിനും ഭാവിയിലേക്ക് ഉണ്ടായിരുന്നത്. അയൽക്കാർക്കും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും അദ്ദേഹം തന്റെ മാന്യതയ്ക്കും പ്രൊഫഷണലിസത്തിനും എല്ലാറ്റിനും ഉപരി കുടുംബത്തോടുള്ള സമർപ്പണത്തിനും പേര് കേട്ട വ്യക്തിയായിരുന്നു. എല്ലാം ഇങ്ങനെ നന്നായി പോയിക്കൊണ്ടിരുന്നപ്പോൾ അതേ മോട്ടലിൽ തന്നെ ആരും അറിയാതെ ഒരു നിഴൽ പതിയിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ പേര് യോട്ടോണിസ് കോബോസ് മാർട്ടിനസ്. 37 വയസ്സുള്ള ക്യൂബൻ പൗരനായ കോബോസ് മാർട്ടിനസ് ആ മോട്ടലിൽ തന്നെ ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. പുറമേ കാണുമ്പോൾ ഒരു സാധാരണ ജോലിക്കാരൻ, പക്ഷെ അവന്റെ ഭൂതകാലം സാധാരണമേ ആയിരുന്നില്ല. ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആക്രമണത്തിന്റെയും ദീർഘമായ അസ്വസ്ഥതയുളവാക്കുന്ന ഒരു ചരിത്രമായിരുന്നു അവൻ്റേത്. 2017 കാലിഫോർണിയയിൽ നഗ്നനായിരിക്കെ ഒരു സ്ത്രീയെ കാർജാക്കിയതിന് അവനെതിരെ കുറ്റം ചുമത്തി. അടുത്ത വർഷം ഹ്യൂസ്റ്റണിൽ ഒരു കുട്ടിയോട് മോശമായി പെരുമാറിയതിനും ഫ്ലോറിഡയിൽ ഒരു കുട്ടിയെ ആക്രമിച്ചതിനും അയാൾക്കെതിരെ കുറ്റം ചുമത്തി. 2023 കാർജാക്കിംഗ് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 1.5 വർഷം തടവിനും ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ 2025 ജനുവരി മാസം 13 അവൻ ജയിൽ മോചിതനായി. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ കണക്കനുസരിച്ച് ആ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ ഉത്തരവിട്ട ഒരു രേഖകളുമില്ലാത്ത ഒരു കുടിയേറ്റക്കാരനായിരുന്നു ഈ കോബോസ് മാർട്ടിനസ്. എന്നിരുന്നാലും അവന്റെ ക്രിമിനൽ ചരിത്രം കാരണം ക്യൂബ അവനെ നാട് കടത്താൻ വിസമ്മതിച്ചു. ക്യൂബയിലേക്ക് അവനെ സ്വീകരിച്ചില്ല. പിന്നീട് അമേരിക്കൻ തെരുവുകൾ സ്വതന്ത്രനായി നടക്കാൻ അവന് സാധിച്ചു. ചന്ദ്രനാഗമല്ലയോടൊപ്പം ദിവസവും ജോലി ചെയ്തിരുന്ന വ്യക്തി ഇവനായിരുന്നു. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ 2 പേർ. ഒരാൾ ഒരു സ്വപ്നം കെട്ടിപ്പടുക്കുന്നു, മറ്റൊരാൾ ഒരു മിന്നുന്ന ടൈം ബോംബ് പോലെ നിരന്തരം അദ്ദേഹത്തോടൊപ്പം തന്നെ നടക്കുന്നു. 2025 സെപ്റ്റംബർ മാസം 10 സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സ്വപ്നങ്ങളെല്ലാം തകർന്നൊരു ദിവസമായിരുന്നു അത്. മോട്ടലിലെ മറ്റേതൊരു ദിവസവും പോലെയായിരുന്നു അത്. അതിഥികൾ വരുന്നു, പോകുന്നു, ജോലിക്കാർ അവരുടെ ജോലികൾ ചെയ്യുന്നു. പക്ഷേ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു പ്രശ്നം പിന്നീട് അമ്പരപ്പിക്കുന്ന ക്രൂരമായ ഒരു പ്രവൃത്തിയായി മാറി. രാവിലെ ഒരു 8 മണിക്ക് ശേഷം ചന്ദ്രനാഗമല്ലയ്യ തന്റെ മാനേജീരിയൽ റൗണ്ടുകൾ നടത്തുകയായിരുന്നു. കോബോസ് മാർട്ടിനസും ഒരു സ്ത്രീ സഹപ്രവർത്തകയും എന്തൊക്കെയോ വൃത്തിയാക്കുന്ന ജോലികൾ ചെയ്യുകയായിരുന്നു. ഇവർ ജോലി ചെയ്യുന്ന മുറിക്കുള്ളിലേക്ക് ചന്ദ്ര പ്രവേശിച്ചു. വാർത്തകളിൽ പറയുന്ന അനുസരിച്ച് ആ സമയം മാർട്ടിനസ് ഒരു പൊട്ടിയ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുകയായിരുന്നു. പ്രശ്നം വളരെ ലളിതമായിരുന്നു, മിക്കവാറും നിസാരമായിരുന്നു. ചന്ദ്ര അവരോട് ഈ പൊട്ടിയ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം കാര്യങ്ങൾ ഇരുണ്ട വഴിത്തിരിവിലേക്ക് നീങ്ങിയത് ഇവിടെയാണ്. ഭാഷാ തടസ്സം മൂലമാകാം ചന്ദ്ര ഈ കോബോസ് മാർട്ടിസുമായി നേരിട്ട് സംസാരിച്ചില്ല. പകരം തന്റെ നിർദ്ദേശങ്ങളൊക്കെ വിവർത്തനം ചെയ്യാൻ ഈ വനിതാ സഹപ്രവർത്തകയോട് ആവശ്യപ്പെട്ടു. ഒരു സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു മാനേജറുടെ ലളിതമായ ഒരു പ്രവൃത്തി. സാധാരണ ഈ ബഹുഭാഷാ ജോലി സ്ഥലത്ത് വളരെ ലളിതമായ ദൈനംദിന പ്രവൃത്തിയായിരുന്നു ഇത്. പക്ഷേ കോബോസ് മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അപമാനമായി തന്നെ തോന്നി. അത് പെട്ടെന്ന് വലിയൊരു കോപമായി തന്നെ വളർന്നു. പിന്നീട് സംഭവിച്ചത് മനസ്സിലാക്കാനേ കഴിയാത്തതായിരുന്നു. തന്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തതിനാൽ കോബോസ് മാർട്ടിനസിന് അവിശ്വസനീയമാംവിധം ദേഷ്യം വന്നു. തന്നെ അനാദരിക്കുന്നതായി അയാൾക്കത് തോന്നി. പിന്നെ അവിടെ ഒരു വാദം പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് CCTV നിരീക്ഷണത്തിലൂടെ മനസ്സിലായത് അയാൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി നിമിഷങ്ങൾക്കകം തന്നെ തിരികെ എത്തി. പക്ഷേ വന്നത് വെറും കൈയോടെ ആയിരുന്നില്ല. അയാൾ ഒരു വെട്ടുകത്തി മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉപകരണത്തെ ചൊല്ലിയുള്ള തർക്കം തൽക്ഷണം സങ്കല്പിക്കാനാകാത്തൊരു ഭീകര ദൃശ്യമായി മാറി. കോബോസ് മാർട്ടിനസ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വടിവാൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ചന്ദ്രയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അദ്ദേഹം നിരായുധനായിരുന്നു. അദ്ദേഹം അലറിക്കൊണ്ട് ഭാര്യ നിഷയും 18 വയസ്സുള്ള മകൻ ഗാരവും ഉണ്ടായിരുന്ന ഫ്രണ്ട് ഓഫീസിലേക്ക് ഓടി. ഒരു രക്ഷയുമില്ലായിരുന്നു. കോബോസ് മാർട്ടിനസ് അദ്ദേഹത്തെ പിന്തുടർന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. ഈ ഭീകരമായ ആക്രമണം അരങ്ങേറുന്നത് കണ്ട അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും തങ്ങൾ സ്നേഹിച്ച പുരുഷനെ സംരക്ഷിക്കാൻ ഇടപെടാൻ തീവ്രമായി ശ്രമിച്ചു. പക്ഷേ അക്രമി അവരെ തള്ളി മാറ്റി. അവന്റെ കോപം മുഴുവനും ചന്ദ്രയിലായിരുന്നു. ആക്രമണം
ക്രൂരവും നിരന്തരവുമായിരുന്നു. അവിടെ വെച്ച് തന്നെ കുടുംബത്തിന്റെ മുൻപിൽ വെച്ച് ചന്ദ്രയെ പല തവണ വെട്ടി പരിക്കേൽപ്പിച്ചു. ഞാൻ ടെലഗ്രാമിലും വാട്സ്ആപ്പ് ചാനലും അപ്ലോഡ് ചെയ്ത് വീഡിയോസിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഘട്ടത്തിൽ ഞാനത് മ്യൂട്ട് ചെയ്ത് കാണേണ്ട ഒരു അവസ്ഥ വന്നു. അത്രത്തോളം അലറി നിലവിളിച്ചുകൊണ്ടാണ് ചന്ദ്ര ഓടുന്നത്, ജീവന് വേണ്ടി യാചിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ വെട്ടി കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, തല പ്രത്യേകം അറുത്തെടുത്തു. എന്നിട്ടും ഭീകരത അവസാനിപ്പിച്ചില്ല. അവസാനത്തെ വിചിത്രമായ പ്രവൃത്തി, കോബോസ് മോർട്ടിനസ് ചന്ദ്രയുടെ വെട്ടി മാറ്റിയ തല പാർക്കിംഗ് സ്ഥലത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയായിരുന്നു. ഒരു ഫുട്ബോൾ പോലെ കളിക്കുകയായിരുന്നു. എന്നിട്ട് അയാൾ ഒരു നിമിഷം അങ്ങനെ ശാന്തനായി. ഇരയുടെ പരിക്കുകളൊക്കെ പരിശോധിച്ചു. ഒരുപക്ഷെ താൻ വിചാരിച്ചതുപോലെയൊക്കെ തനിക്ക് ചെയ്യാൻ സാധിച്ചോ, തനിക്ക് ഇത്രയേറെ കഴിവുകളുണ്ടോ? വല്ലാത്ത അഭിമാനത്തോടു കൂടി ആയിരിക്കണം അയാൾ ആ പരിക്കുകളൊക്കെ പരിശോധിച്ചത്. എന്നിട്ട് അയാൾ തന്റെ മൊബൈൽ ഫോണും കീ കാർഡും എല്ലാം എടുത്തു. എന്നിട്ട് പാർക്കിംഗ് സ്ഥലത്തേക്ക് വരികയും ആ ഉരുണ്ട് നീങ്ങിയ തല കയ്യിലേക്ക് എടുത്ത് ഒരു ചവിറ്റുകുട്ടയെ നോക്കി നടന്നു. എന്നിട്ട് അതിനുള്ളിലേക്ക് എറിഞ്ഞു. ചന്ദ്രനാഗമല്ലയ്യ തന്റെ വീട്ടിൽ നിന്നും, തന്റെ ജന്മനാട്ടിൽ നിന്നും 9000 മൈൽസ് അകലെ എത്തിയ അമേരിക്കൻ സ്വപ്നം ഒരു വാഷിംഗ് മെഷീൻ തകർന്നത് മൂലമുണ്ടായ ആക്രമണത്തിന്റെ കൊടുങ്കാറ്റിൽ മിനിറ്റുകൾക്കുള്ളിൽ ഇല്ലാതായി. ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുമ്പോൾ മറ്റ് 2 പേർ കോബോസ് മോർട്ടിനസിനെ തടയാനൊക്കെ വരുന്നുണ്ട്. അവരെയും അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കത്തി കാണിച്ച് അവരെ തള്ളി മാറ്റുന്നുണ്ട്. ഇങ്ങനെ സംഭവമെല്ലാം കഴിഞ്ഞ് ഇയാൾ നടന്നു പോയപ്പോൾ ഡാളസിലെ ഒരു ഫയർ റെസ്ക്യൂ യൂണിറ്റ് യാദൃശികമായി അവിടെ എത്തി. കൈകളിലും കാലുകളിലും ദേഹത്തും എല്ലാം രക്തം പുരണ്ട ഒരു കത്തിയും ഒരു മനുഷ്യൻ നിൽക്കുന്നത് അവർ കണ്ടു. അവർ ഉടനെ തന്നെ അയാളെ പിന്തുടർന്നു. ആ മോട്ടലിന്റെ ഒരു ബ്ലോക്ക് അകലെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. എല്ലാം പെട്ടെന്നായിരുന്നു, തെളിവുകളും വളരെ വലുതായിരുന്നു. ആ ഒരു മോട്ടലിലേക്ക് എത്തിയ അന്വേഷകർ അഗാധമായ ക്രൂരതയുടെ ഒരു രംഗം നേരിട്ട് കണ്ട് ഞെട്ടിപ്പോയി. ഈ കുറ്റകൃത്യം മുഴുവനും മോട്ടലിലെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് സംശയിക്കേണ്ടതേയില്ല. പോലീസ് അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ വളരെ നിസ്സാരമായി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഈ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ഉത്തരവാദിയായ ആളുടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചരിത്രവും പുറത്തു വന്നു. അക്രമാസക്തമായ രീതിയിൽ 1-ലധികം സംസ്ഥാനങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള കോബോസ് മോർട്ടിനസ് ഇത്തരമൊരു ഹീന കൃത്യം ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിച്ചതിന് തന്നെ ഉടനടി പ്രതിഷേധത്തിന് കാരണമായി മാറി. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ ശ്രമിച്ചതായി സ്ഥിരീകരിച്ചു. അതായത് ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതായൊക്കെ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ക്യൂബ പ്രവേശനം നിരസിച്ചതിനെ തുടർന്ന് പിന്നീട് ഇയാളെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്കറിയാം, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള പല പ്രവർത്തനങ്ങളും നടപടികളും അദ്ദേഹം തുടങ്ങി വച്ചിരുന്നു. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു കുടിയേറ്റക്കാരനായി അമേരിക്കയിലേക്ക് വന്ന ഈ മോർട്ടിനസിനെയും നാടുകടത്താനൊക്കെ അമേരിക്ക ശ്രമിച്ചു. പക്ഷെ ക്യൂബൻ പൗരനായിരുന്നു മോർട്ടിനസ്. ക്യൂബയിൽ തന്നെ ഇയാൾ 1-ലധികം കുറ്റകൃത്യങ്ങൾ ചെയ്തതുകൊണ്ട് ക്യൂബ നാട് തന്നെ ഇയാളെ സ്വന്തം രാജ്യത്തേക്ക് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. അതുകൊണ്ടാണ് അമേരിക്കയിൽ വീണ്ടും സ്വതന്ത്രനായി ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഇയാൾക്കൊരു അവസരം ലഭിച്ചത്. അപ്പോൾ ബഹുമാന്യനായ ഡൊണാൾഡ് ട്രംപിനോട് പറയാനുള്ളത്, നിയമങ്ങൾ കൊണ്ടുവരാൻ ആർക്കു വേണമെങ്കിലും സാധിക്കും. എന്നാൽ അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും വേണം. നിങ്ങൾ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് നിങ്ങളുടെ രാജ്യത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുകയും വേണം. ഒരു പക്ഷെ അങ്ങനെ ഉറപ്പാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മോർട്ടിനസ് ഇന്ന് അമേരിക്കയിൽ കാണില്ലായിരുന്നു. ഒരു നല്ല മനുഷ്യന് ജീവനോടുണ്ടാകുമായിരുന്നു. വധശിക്ഷ ലഭിക്കാവുന്ന ഒരു കൊലപാതക കുറ്റമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ടെക്സസിൽ അത്തരമൊരു കുറ്റകൃത്യത്തിന് ഏറ്റവും കഠിനമായ ശിക്ഷ പരോളില്ലാത്ത ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ വധശിക്ഷ ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഇവിടെ ചന്ദ്രയുടെ ഭാര്യ നിഷയ്ക്കും മകൻ ഗാരവിനുമുണ്ടായ ആഘാതം വാക്കുകൾക്കും അതീതമാണ്. പ്രിയപ്പെട്ട ഭർത്താവിനെയും പിതാവിനെയും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പറഞ്ഞറിയിക്കാനാകാത്ത അക്രമം നേരിട്ട് കാണുവാനും അവർ നിർബന്ധിതരായി മാറി. സുഹൃത്തുക്കളും ബന്ധുക്കളും അപരിചിതരും തകർന്ന കുടുംബത്തിന് പിന്തുണയുമായി എത്തിയപ്പോൾ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ സാഹചര്യം. ഹൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉടൻ തന്നെ ഇവർക്ക് പിന്തുണ നൽകി. വ്യവസ്ഥാപരമായ പരാജയങ്ങളും എടുത്തു കാണിച്ചു. നിയമ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. കൂടാതെ ചന്ദ്രയുടെ ഈ ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് സാധ്യമായ സഹായമെല്ലാം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ അർത്ഥശൂന്യമായ പ്രവൃത്തിയാൽ തകർന്ന ഒരു കുടുംബത്തിന് കോടതി മുറിയിലെ നീതി എന്നത് അത്രയും ആഴത്തിലുള്ള മുറിവിന് ഭാഗികമായ ഒരു പരിഹാരം മാത്രമേ ആകാൻ കഴിയുകയുള്ളൂ. ചന്ദ്ര ബോബ് നാഗമല്ലയ്യ ഒരു ഇരയേക്കാൾ കൂടുതലായിരുന്നു.
അദ്ദേഹം ഒരു ഭർത്താവ്, പിതാവ്, സുഹൃത്ത്, ഒരു സ്വപ്നജീവിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ക്രൂരത അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും ഒരിക്കലും മരിക്കാത്തൊരു ഓർമ്മയായി മനസ്സിലുണ്ടാകും. സ്വന്തം നന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് തന്റെ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടിയാണ് അയാൾ ലോകം ചുറ്റി സഞ്ചരിച്ചത്. അതിനാൽ അവസാനം വരെയും ഏറ്റവും വിനാശകരമായ ആഘാതം തീർച്ചയായും അദ്ദേഹത്തിന്റെ ഭാര്യ നിഷയ്ക്കും മകൻ ഗാരവിനുമായിരിക്കും. അവർക്ക് ഭർത്താവിനെയും അച്ഛനെയും മാത്രമല്ല നഷ്ടപ്പെട്ടത്, തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ അവസാനത്തെ ഭയാനകമായ നിമിഷങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കേണ്ടി കൂടെ വന്നു. മരിച്ചാലും മറക്കാൻ സാധിക്കുമോ അവർക്ക് ആ ഓർമ്മകൾ? ഈ സംഭവം അറിഞ്ഞ പലരും ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഒരു വാഷിംഗ് മെഷീന്റെ പ്രശ്നം എങ്ങനെയാണ് ഇത്രയും ഭയാനകമായ ഒരു കാര്യത്തിലേക്ക് നയിച്ചത്? അതും പ്രധാനമായി ക്രൂരതയ്ക്ക് ഉത്തരവാദി ആരായിരുന്നു? ഉത്തരവാദി ക്യൂബയിൽ നിന്നുള്ള ഒരു രേഖയുമില്ലാത്തൊരു കുടിയേറ്റക്കാരൻ. ഒരുപാട് ക്രിമിനൽ റെക്കോർഡ്സും അവനുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കാരണം ക്യൂബ തന്നെ അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. സിസ്റ്റത്തിലുള്ള ഈ വ്യക്തമായ പഴുതുപയോഗിച്ച് അവൻ അമേരിക്കയിൽ സന്തോഷവാനായി ജീവിക്കുകയായിരുന്നു. വീണ്ടും ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും. അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളെയും പൊതു സുരക്ഷയെയും കുറിച്ചുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ ചന്ദ്രയുടെ ഈ ഒരു കൊലപാതകം പലർക്കും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി തന്നെ മാറി. അനധികൃത കുടിയേറ്റ കുറ്റവാളികളോട് മൃദുവായി പെരുമാറേണ്ട സമയം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രവൃത്തി അപലപിച്ചു. അതേസമയം ഇന്ത്യൻ അമേരിക്കൻ സമൂഹം തങ്ങളെ സംരക്ഷിക്കാനായി വച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ തന്നെ ദുഃഖം, ഭയം, വഞ്ചന എന്നിവയാൽ മൂടി വലയുകയാണ്. ഇന്ത്യയിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയവർ അല്ലെങ്കിൽ പല കുടിയേറ്റക്കാർ ഇപ്പോൾ ഈ സംഭവത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. അതിനാൽ അമേരിക്കൻ രാഷ്ട്രീയക്കാരും സമൂഹ നേതാക്കളും അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുകയും നിലവിലെ ഈ കുടിയേറ്റ രീതികൾ പുനഃപരിശോധന ചെയ്യുകയും ചെയ്തു. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും വാദിച്ചു. കാരണം ഇതുപോലെ എത്ര അച്ഛനും അമ്മയുമായിരിക്കും സ്വന്തം മക്കളെ ഒന്ന് സെറ്റിലാക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബം ഒന്ന് കെട്ടിപ്പടുക്കാൻ പഴയ രീതിയിൽ നിന്നും ഒരു മെച്ചപ്പെട്ട ജീവിത ശൈലി ആഗ്രഹിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ടാവുക. അവർക്ക് ചുറ്റും ഇനി എത്ര മോർട്ടിനസ് ഉണ്ടാകും അവർ പോലും അറിയാതെ. അമേരിക്ക ഇത്രയും സൂപ്പർ പവറായ ഒരു രാജ്യം, അങ്ങനെ അവകാശപ്പെടുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനുള്ളിൽ ഇത്തരമൊരു ഹീനമായ ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ ജനങ്ങൾ എങ്ങനെയാണ് ഇനി ആ രാഷ്ട്രത്തെ വിശ്വസിക്കുക? സെപ്റ്റംബർ മാസം 13 അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. ലോകം മുഴുവനും അത് വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരിക്കുകയും ചെയ്യുകയാണ്. നീതി ലഭിക്കുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ തടയാൻ ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ പാഠം പഠിക്കുമോ? ഇതൊരു വിലാപമേ അല്ല, മറിച്ച് നടപടി ആവശ്യപ്പെടുന്ന ഒരു കഥ തന്നെയാണ്. ഇനി ഒരു കുടുംബത്തിനും ഇതുപോലുള്ള വേദന ഉണ്ടാകരുത് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു ആഹ്വാനം. അടുത്തിടെയായി നമ്മൾ സംസാരിച്ച ക്രൈം കേസുകളിൽ വെച്ച് എനിക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ട ഒരു സംഭവമായി തന്നെ ഇത് മാറി. ശരിക്കും ആ ക്രൈം സീൻ മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. ചന്ദ്ര മോർട്ടിനസിന്റെ ചിരിക്കുന്ന മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നേയില്ല. തീർച്ചയായും അവന് കുറഞ്ഞത് പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കണം. കൂടിയാൽ അവന് വധശിക്ഷ തന്നെ നൽകണം. എങ്കിലും എല്ലാവരുടെയും ഒരേ ഒരു ആവശ്യം അവന് വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ്. ഇനി അമേരിക്കയിലെ നിയമമനുസരിച്ച് അവനും മരണത്തിലേക്കുള്ള വാതിൽ തുറക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു സംഭവം നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.